Good evening, all. Good evening. Good evening. Good evening, Danya. Good evening, ma'am. Good evening, Sri Lakshmi, Ramya, Sapura, Saina. Joining ആവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ എല്ലാവരും. ഓക്കെ, എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടോ. അശ്വതി. ഓക്കെ. ഓക്കെ, നിനക്കൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കിട്ടിയിരുന്നില്ലേ? കിട്ടിയിരുന്നു അല്ലേ? ഓക്കെ, മിസ് ജിഷ മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ മോണ്ടിസോറി കോഴ്സിന്റെ കുറിച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോ നമ്മള് ഈ ഒരു കോഴ്സിൽ എന്താണ് ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് കേട്ടോ. മാം ഒരു കാര്യം പറഞ്ഞോട്ടെ. ആ, ഇത് നമുക്ക് ഇപ്പൊ ഇഫ്താറിന്റെ ടൈം ക്ലിയർ ആവുന്നില്ല കേട്ടോ. നമുക്കിപ്പോ ഇഫ്താറിന്റെ ടൈമാണ്. ബാങ്ക് വിളിക്കുമ്പോ ക്ലാസ്സിന്ന് പോവേണ്ടി വരും. അതൊന്ന് പറഞ്ഞതാണ് മാം. പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ, സാറില്ല, അത് റെക്കോർഡ് കണ്ടാ മതി കേട്ടോ. അപ്പൊ പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളൊരു പ്രയർ സോങ്ങോട് കൂടിയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്മൃതി സുജി ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഓക്കെ, സ്മൃതി ഒന്ന് മ്യൂട്ട് ചെയ്യോ? മ്യൂട്ട് ചെയ്യട്ടോ, ശബ്ദം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിത് എപ്പോഴും ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക പ്രയർ സോങ്ങോട് കൂടിയിട്ടായിരിക്കും. അത് എല്ലാവരും, അതായത് ഓരോരുത്തരായിട്ടാണ് പ്രയർ സോങ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അത് ഇംഗ്ലീഷിലായിരിക്കും ആ പ്രയർ സോങ്. അപ്പൊ നാളെ, ഇപ്പൊ ഇന്ന് വേണ്ട, കാരണം നിങ്ങൾക്ക് ഇത് അറിയില്ലല്ലോ. അപ്പൊ നാളെ ഒരാളാണെങ്കിൽ മറ്റന്നാ, അതായത് വെനസ്ഡേ വരുമ്പോ വേറൊരാള്, അങ്ങനെ ഓരോ ദിവസം എന്ത് ചെയ്യാം, ഓരോ ദിവസം ഓരോരോ പ്രയർ സോങ് ആയിട്ട് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ. ഇംഗ്ലീഷിലായിരിക്കും. അറ്റ്ലീസ്റ്റ് 6 സെന്റൻസ് എങ്കിലും വേണം പ്രയറിന് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ മാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. ആക്ഷൻ സോങ് ഉണ്ടാവും. ആക്ഷൻ സോങ്സ് എന്ത് ചെയ്യാം, എല്ലാവരും എന്ത് ചെയ്യാം, ഓരോരുത്തർ എന്ത് ചെയ്യാം, ഓരോ ദിവസം ഇപ്പൊ ഇന്ന് ശ്രീലക്ഷ്മി ആണെങ്കിൽ നാളെ സഫൂറ, അങ്ങനെ എന്താണ് മാറി മാറി എന്ത് ചെയ്യാം അത് കൊണ്ടുവരിക. അതുപോലെ റോൾ പ്ലേ ഉണ്ടാവും. രണ്ടുപേര് തമ്മിൽ, ഇപ്പൊ നമ്മുടെ സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള റോൾ പ്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു നമ്മുടെ ഈ ഒരു കോഴ്സിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടായിരിക്കും കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നാളെ ജിഷ മിസ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഞാൻ ഏകദേശം ഒരു ധാരണ തന്നതാണ് നിങ്ങൾക്ക് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ ഓരോരോ ആക്ടിവിറ്റികൾ നിങ്ങൾക്ക് തരും. അപ്പൊ അത് കൃത്യമായിട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, അതെന്താണെന്ന് വെച്ചാല് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. ഇവിടുന്ന് എന്താണ് നിങ്ങൾ ആക്ടിവിറ്റീസ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. നാളെ ഡീറ്റെയിൽസ് മിസ് പറയൂ കേട്ടോ. അപ്പോ ഇന്ന് ഞാനൊരു ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു നമ്മുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ക്ലാസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെൽത്ത് കെയർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോ സ്ലൈഡ് നിങ്ങൾ കാണണ്ടെന്ന് വിചാരിക്കുന്നു. സ്ലൈഡ് നോക്കിക്കോളൂ കേട്ടോ. കണ്ടോ സ്ലൈഡ്? കണ്ടോ ഹെൽത്ത് കെയർ? കാണുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോ ഡയറക്റ്റ് ആയിട്ട് ഈ സ്ലൈഡ് എടുക്കുന്നതിന് മുമ്പായിട്ട് ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോ പ്രത്യേകിച്ച് ഒരു കാര്യം, നമ്മുടെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇപ്പൊ സാധാ ഒരു എന്താ പറയാ, ഒരു ടീച്ചർ ഒരു കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ ആയിരിക്കില്ല. നിങ്ങളും എന്ത് ചെയ്യണം, എന്നോട് സഹകരിക്കണം കേട്ടോ. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം, കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക. ഓക്കെ, ഡീറ്റെയിൽ എന്താണെന്ന്? ഓക്കെ, ഇപ്പൊ ഞാൻ ഹെൽത്ത് കെയറുമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ
നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഹെൽത്തുമായിട്ട് ധാരാളം കാര്യങ്ങൾക്ക് നമ്മൾ റിലേറ്റഡ് ആണ് അല്ലെ. നമ്മള് നിത്യജീവിതത്തിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പൊ ഓരോരുത്തർക്കും എന്തുണ്ടാവും, ഓരോ എക്സ്പീരിയൻസുകൾ പറയാനായിട്ട് ഉണ്ടാകും. അതെന്നോട് ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ അത് എല്ലാവർക്കും എന്താണ് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ മാം. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ഹെൽത്ത് കെയറിൽ നമ്മള് ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ പറഞ്ഞു ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. അപ്പൊ അതിന്റെ ഫസ്റ്റ് ഒരു ഇതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തായാലും പറയേണ്ട ഒരു കാര്യമാണ് ഡിസീസസ് എന്ന് പറയുന്നത് അല്ലെ. അതായത് നമ്മുടെ ഹെൽത്തുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഇത് തന്നെയാണ്, ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഒരു ഇതാണ് ഈ ഒരു ഡിസീസസ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ WHO എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് അല്ലെ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ഓർഗനൈസേഷനെ കുറിച്ചിട്ട്? WHO. യെസ് മാം. എന്താണത് WHO? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെ, ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പൊ ഈ ഒരു WHO ഡിഫൈൻ, അതായത് അവർക്ക് ഒരു ഡെഫിനിഷൻ ഉണ്ട് ഹെൽത്തിനെ കുറിച്ചിട്ട്. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ എല്ലാവരും ലെക്ചർ നോട്ട് ആയിട്ടാണ് എഴുതേണ്ടത്. ഓക്കെ, മനസ്സിലായത്? ഞാൻ വിട്ടുപോയി പറയാനായിട്ട്. എല്ലാവരും എന്ത് ചെയ്യാം, ഞാൻ ഇവിടെ പറയുന്ന അല്ലെങ്കിൽ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങള് ലെക്ചർ നോട്ട് ആയിട്ട് എഴുതി പോവാ. എന്നിട്ട് എന്ത് ചെയ്യാ, നിങ്ങള് അതിനകത്ത് എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാ, നോട്ട് ക്രിയേറ്റ് ചെയ്ത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, എല്ലാവരും എന്താ ചെയ്യാ, ലെക്ചർ നോട്ട് ആയിട്ട് റൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിരിക്കുക കേട്ടോ. പറയുന്ന കാര്യങ്ങള് ലെക്ചർ നോട്ട് ആയിട്ട് തന്നെ എഴുതി പോവുക. എന്നിട്ട് അതിനകത്ത് എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്തിട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു WHO എന്ന് പറയുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ആ ഒരു ഓർഗനൈസേഷൻ, അതായത് WHO-യുടെ ഡെഫിനിഷൻ പ്രകാരം ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, WHO defines health as mental, physical and social well-being. Okay, WHO defines health as mental, physical and social well-being. അതായത് ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ നിർവചിച്ചിരിക്കുന്നത് മാനസികവും അതുപോലെ തന്നെ ശാരീരികവും സാമൂഹികവുമായ സുസ്ഥിതി എന്നാണ്. അതായത് ഒരാൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹെൽത്ത് ഉണ്ടാവണമെങ്കിൽ അയാളുടെ പുറമേ നിന്നുള്ള ഒരു ഫിസിക്കൽ കണ്ടീഷൻ മാത്രമല്ല നോക്കുന്നത്, അയാളുടെ മെന്റൽ കണ്ടീഷൻ, അതുപോലെ തന്നെ സോഷ്യലി എങ്ങനെയാണോ ആ ഒരു അദ്ദേഹം വളർന്നു വരുന്ന അല്ലെങ്കിൽ ഗ്രോണപ്പ് ആവുന്ന ആ ഒരു സറൗണ്ടിങ് എങ്ങനെയാണോ അതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരാളുടെ ഹെൽത്ത് നിർവചിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് പറഞ്ഞിരിക്കുന്നത് WHO ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ. WHO ഡിഫൈൻസ് ഹെൽത്ത് ആസ് മെന്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയല്ലേ? ഓക്കെ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറയാം കേട്ടോ. ക്ലാരിറ്റി കിട്ടിയില്ലെങ്കിലോ ക്ലിയർ ആവുന്നില്ലെങ്കിലോ എന്താണെങ്കിലും തുറന്നു പറയാം കേട്ടോ. ഓക്കെ, ഇനി ഞാനിപ്പോ പറഞ്ഞു ഇതാണ് ഈ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് അല്ലെ, WHO പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞു രോഗങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഹെൽത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ട് നോക്കുന്നത്. ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡ്, അതായത് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ചില കാരണങ്ങൾ കൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത്? നമ്മുടെ ബോഡിയിൽ ആരാണ് ഈ ഒരു രോഗങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്ന് പറയാമോ? പറയാമോ? എങ്ങനെയാ നമുക്ക് രോഗം ഉണ്ടാകുന്നത് ബോഡിയില്? ബാക്ടീരിയ, വൈറസ് ഇൻഫെക്ഷൻ. യെസ്. ബാക്ടീരിയ, വൈറസ് അല്ലെ. ഓക്കെ, ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം ഇൻക്ലൂഡ് ബാക്ടീരിയ, വൈറസ്, ഫംഗി ആൻഡ് പ്രോട്ടോസോവ. ഓക്കെ, രോഗങ്ങൾക്ക് കാരണമാകുന്ന ചില സൂക്ഷ്മജീവികളുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാക്കുന്നത്, രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, അത് ബാക്ടീരിയ ആവാം, അല്ലെങ്കിൽ വൈറസ് ആവാം,
പ്രോട്ടോസോവ ആവാം, ഫംഗസ് ആവാം, അങ്ങനെ എന്താണ് പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മുടെ ബോഡിയിൽ എന്തുണ്ടാക്കുന്നത്, ഡിസീസസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ന്യൂസ് ചാനലൊക്കെ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒരു വേരിയേഷൻ ഉണ്ട്. അതായത് രോഗങ്ങളുടെ ഒരു എന്താണ് പറയാ പല ടൈപ്പ് ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ ഞാനൊന്ന് ചോദിക്കാം നിങ്ങളോട്, നിങ്ങൾക്കത് പറയാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ, പിന്നെ ആദ്യത്തേതെന്ന് പറയുന്നത് ഡിസീസ് ദാറ്റ് സ്പ്രെഡ് വെരി ക്വിക്ലി ആർ ജനറലി നോൺ. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് വെരി ക്വിക്ലി ആർ ജനറലി നോൺ. എന്താ പറയാ, വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ പൊതുവെ അറിയപ്പെടുന്നത് എന്താ? പകർച്ചവ്യാധികൾ. പകർച്ചവ്യാധികൾ. ഓക്കെ ഓക്കെ, ശരിയാണ്, പകർച്ചവ്യാധികൾ. നമ്മൾ ഇംഗ്ലീഷ് ടേം എന്താ യൂസ് ചെയ്യുന്നതിന്? വൈറൽ ഫീവർ. എന്താ? വൈറൽ ഫീവർ. അല്ല 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 അല്ല, ഒരു ടേം നമ്മൾ യൂസ് ചെയ്യും ഇതിന് കേട്ടോ. പല ടേമുകൾ ഉണ്ട് ഇങ്ങനെ ഇതിന് ഇങ്ങനെ, അതായത് ക്വിക്ലി ആയിട്ട് സ്പ്രെഡ് ചെയ്യുന്ന ഈ ഒരു ഇതിനെ നമ്മൾ ഒരു കാറ്റഗറിയിൽ പെടുത്തും. ഓക്കെ, കൺഫ്യൂസിങ് ആണ്, ഞാൻ തന്നെ പറയാം. എപ്പിഡമിക് കേട്ടോ, കേട്ടിട്ടുണ്ടോ എപ്പിഡമിക്? കേട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഡിസീസ് ദാറ്റ് സ്പ്രെഡ് വെരി ക്വിക്ലി ആർ ജനറലി നോൺ എപ്പിഡമിക് കേട്ടോ. അതായത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങള് പൊതുവെ അറിയപ്പെടുന്നത് എപ്പിഡമിക് എന്നാണ് കേട്ടോ, എപ്പിഡമിക്. ഓക്കെ, ലെക്ചർ നോട്ട് എഴുതുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് venous diseases are known to exist in society for a long time and cannot be completely eradicated. Okay, ഒന്നുകൂടി പറയാം. Venous diseases are known to exist in society for a long time and cannot be completely eradicated. അതായത് നമ്മുടെ സൊസൈറ്റിയില് വളരെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നതും പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങളെ എന്താ പറയാ? പാരമ്പര്യ രോഗങ്ങളാണോ? അല്ല 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 സ്മൃതി, പാരമ്പര്യ രോഗങ്ങളല്ല. ഞാൻ പറഞ്ഞപ്പോ നമ്മൾ നേരത്തെ ഒരു കാറ്റഗറി പറഞ്ഞു. ഏത് കാറ്റഗറിയാ നമ്മൾ പറഞ്ഞത്? എപ്പിഡമിക് അല്ലെ? അതുപോലെ തന്നെ ഒരു ടേമിൽ വരുന്നതാണിത് കേട്ടോ. ഒരു ടേം ആയിട്ട് അറിയപ്പെടാം. പെട്ടെന്ന് തന്നെ നമുക്കത് റാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള രോഗങ്ങളെ പൊതുവെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞാൽ അത് എൻഡമിക് എന്നാണ്. ഓക്കെ, പിടികിട്ടിയോ? എൻഡമിക് കേട്ടോ, മനസ്സിലായോ? എൻഡമിക് കേട്ടോ. നേരത്തെ നമ്മളൊരു ടേം യൂസ് ചെയ്തു, അത് എപ്പിഡമിക് ആണ്. രണ്ടാമത് പറഞ്ഞ ടേം എന്ന് പറയുന്നത് എൻഡമിക് ആണ്. ഓക്കെ, ഇത് സൊസൈറ്റിയില് വളരെ കാലം എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനെയാണ് നമ്മൾ എൻഡമിക് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസീസ് ഓഫ് അൺനോൺ കോസസ് ആർ നോൺ ആസ്. അതായത് കാരണമറിയാത്ത രോഗങ്ങൾ അറിയപ്പെടുന്നത്. അതായത് ചില രോഗങ്ങൾക്ക് നമുക്ക് കാരണം കണ്ടെത്താൻ സാധിക്കില്ല പെട്ടെന്ന്. അത് വൈറസ് കൊണ്ടാണോ അല്ലെങ്കിൽ ബാക്ടീരിയ മൂലമോ അല്ലെങ്കിൽ എന്താണ് ഫംഗലാണോ പ്രോട്ടോസോവയാണോ എന്ന് നമുക്ക് ഡിഫൈൻ അല്ലെങ്കിൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ചില രോഗങ്ങളുടെ കാരണം നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള രോഗങ്ങളെ നമ്മൾ ഒരു ടേമിലാണ് അറിയപ്പെടുക. ഓക്കെ, കേട്ടിട്ടില്ല എന്ന് വിചാരിക്കുന്നു, ഞാൻ തന്നെ പറയാം കേട്ടോ. ക്രിപ്റ്റോജനിക് ഡിസീസസ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇല്ല. ഇല്ല അല്ലേ? ഓക്കെ, ക്രിപ്റ്റോജനിക് ഡിസീസസ് എന്നാ പറയാ കേട്ടോ. ക്രിപ്റ്റോജനിക് കേട്ടോ, അതായത് കാരണമറിയാത്ത രോഗങ്ങളെയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. കാരണമറിയാത്ത രോഗങ്ങളെയാണ് ക്രിപ്റ്റോജനിക് ഡിസീസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഡെഫിനിഷൻ എന്ന് പറയാവോ? ഓക്കെ, disease of unknown cause are known as disease of unknown കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് കേട്ട് വന്നിട്ടുള്ള ഒരു ടേം ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം കേട്ടോ. ഓക്കെ, ഡിസീസ് ദാറ്റ് is spread rapidly from one country to another.
ഓക്കെ, വൺ ടൈപ്പ്. ഒന്നും കൂടി പറയാം. ഡിസീസ് ദാറ്റ് സ്പ്രെഡ് റാപ്പിഡ്ലി ഫ്രം വൺ കൺട്രി ടു അനദർ. അതായത് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ പൊതുവെ പറയുന്ന പേര്. ഓക്കെ, നമ്മുടെ ഒരു കൺട്രിയിൽ നിന്ന് മറ്റൊരു കൺട്രിയിലേക്ക്, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ചൈനയിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് അങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു കൺട്രി വൈസ് ആയിട്ട് എന്താണ് പെട്ടെന്ന് സ്പ്രെഡ് ആകുന്ന രോഗങ്ങളെ ഒരു കാറ്റഗറിയിൽ നമ്മൾ പെടുത്തും. ഒരു ടേം ഉണ്ട് അതിന്, അറിയാമോ? അറിയില്ല. അറിയില്ല അല്ലെ? നമ്മുടെ കൊറോണയൊക്കെ ഈ ഒരു ഇതിൽ പെടുന്നതാണ് കേട്ടോ. കേട്ടിട്ടില്ലേ? അപ്പോ ഏതായിരിക്കും? ഐഡിയ ഇല്ല അല്ലെ? പാൻഡമിക് കേട്ടോ, പാൻഡമിക് കേട്ടിട്ടുണ്ടോ? പാൻഡമിക് കേട്ടിട്ടുണ്ട്. പാൻഡമിക് അല്ലെ? ഓക്കെ, പാൻഡമിക് ആണ് കേട്ടോ. കൊറോണയൊക്കെ പാൻഡമിക് ആ ഒരു ഇതിൽ പെടുന്നതാണ്. ഓക്കെ, അതായത് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് വളരെ പെട്ടെന്ന് പടരുന്ന അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസിനെയാണ് എന്ത് പറയുന്നത്? പാൻഡമിക് എന്ന് പറയും. ഓക്കെ, ഇനി വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് ഡിസീസ് ദാറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഹോസ്പിറ്റൽ ഈസ് ഓൾസോ നോൺ ആസ്. അതായത് ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങളുണ്ട്, അതിനെ നമ്മളൊരു കാറ്റഗറിയിലാണ് പെടുത്തുക. അതിനൊരു ടേം ഉണ്ട് കേട്ടോ. നമ്മുടെ ആശുപത്രിയിൽ നിന്നൊക്കെ പകരുന്ന രോഗങ്ങളെ വിളിക്കുന്ന പേരാണ് നാസോകോമിയൽ ഡിസീസസ്. ഓക്കെ, നാസോകോമിയൽ ഡിസീസസ്. മനസ്സിലായോ? കേട്ടോ. ഓക്കെ, ഡിസീസ് ദാറ്റ് ട്രാൻസ്മിറ്റഡ് ഫ്രം ഹോസ്പിറ്റൽ ഈസ് നോൺ ആസ് nosocomial diseases. Okay. ഓക്കെ, ഇനി വേറൊരു കാറ്റഗറി, ഇതാണ് ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. ഡിസീസ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻസ്. ഓക്കെ, ഡിസീസ് ദാറ്റ് ആർ ട്രാൻസ്മിറ്റഡ് ഫ്രം ആനിമൽസ് ടു ഹ്യൂമൻസ്. അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെ നമ്മൾ ഒരു കാറ്റഗറിയിലാണ് പെടുത്തുക. ഇതിനെ പറയുന്ന പേരാണ് സൂണോസിസ് കേട്ടോ. സൂണോസിസ് എന്നാണ് പറയാം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളെ നമ്മൾ വിളിക്കുന്ന ടേം ആണ് സൂണോസിസ്. ഓക്കെ ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി പറയാം. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ്. ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യണം. ഓക്കെ, തുടങ്ങാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഡിസീസ് കോസ്ഡ് ബൈ റോങ് ലൈഫ് സ്റ്റൈൽ നോൺ ആസ് HIV, AIDS. റോങ് ലൈഫ് സ്റ്റൈൽ കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? തെറ്റായ ജീവിതശൈലി കൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ എന്ത് വിളിക്കും? എന്താ വിളിക്കുക? എന്ത് ടേമാ നിങ്ങൾ കൊടുക്കുക? തെറ്റായിട്ടുള്ള ജീവിതശൈലിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ കിട്ടിട്ടില്ലേ? ജീവിതശൈലി രോഗങ്ങളാണ്. യെസ് യെസ്, എസ്തർ ടോണി. ഓക്കെ, ശരിയാണ് കേട്ടോ. ജീവിതശൈലി രോഗങ്ങൾ അഥവാ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നാണ് നമ്മൾ അതിന് പേര് കൊടുക്കുക കേട്ടോ. തെറ്റായിട്ടുള്ള ജീവിതശൈലി പിന്തുടരുന്നുകൊണ്ട് നമ്മൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അഥവാ ജീവിതശൈലി രോഗങ്ങൾ. ഓക്കെ, എക്സാമ്പിൾ ഒന്ന് പറയാമോ ആർക്കെങ്കിലും? ഒക്കെ ഫെമിലിയർ ആണ്, അറിയാം നമുക്ക് അല്ലെ? കൂടുതലായിട്ട് നിങ്ങളായാലും നിങ്ങളുടെ ഫാമിലിയിലായാലും ഈ ഒരു കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ എന്നോട് പറയണം കേട്ടോ. ഓക്കെ, ഒന്ന് പറഞ്ഞേ, എക്സാമ്പിൾ ഒന്ന് പറഞ്ഞേ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്. ഡയബറ്റിക്. ഡയബറ്റീസ് കറക്റ്റ് ആണ് കേട്ടോ. ഡയബറ്റീസ് എന്താണ്? ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. പിന്നെ എന്താ? ഇനിയുണ്ട്, കുറെ അധികം ഉണ്ട്, പറഞ്ഞോ. ഓവർ വെയിറ്റ്. ഒബിസിറ്റി. ഓക്കെ, ഒബിസിറ്റി പൊണ്ണത്തടി കേട്ടോ. ഓക്കെ, ഓവർ വെയിറ്റ് അഥവാ ഒബിസിറ്റി അഥവാ പൊണ്ണത്തടി. ഓക്കെ, ഇനി പിന്നെ അത് മാത്രമേ ഉള്ളോ? ഡയബറ്റീസും ഈ ഒബിസിറ്റി മാത്രമേ ഉള്ളോ? ഒന്നുമില്ലേ? കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്താണ്?
ജീവിതശൈലി രോഗമാണ് കേട്ടോ. കൊളസ്ട്രോൾ എന്ന് തന്നെ പറയില്ല, നമ്മൾ ഹാർട്ട് ഡിസീസ് എന്നാ പറയുള്ളൂ കേട്ടോ. അതായത് ഹാർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൊളസ്ട്രോൾ ഒക്കെ കൂടുതൽ അഫക്ട് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഹാർട്ടാണ് കേട്ടോ. ഓക്കെ, ഇനി വേറെ ഉണ്ട്. പ്രഷർ, അതെ അതെ അതെ, പ്രഷർ, ഹൈപ്പർ ടെൻഷൻ കേട്ടോ. ഹൈപ്പർ ടെൻഷൻ എന്താണ്? നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസീസ് ആണ്. ഇനി തൈറോയിഡ്. ഓക്കെ, തൈറോയിഡ് എന്താണ്? ഇത് തന്നെയാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഓക്കെ, പിന്നെ PCOD. ഓക്കെ, PCOD, PCOS ഒക്കെ എന്താണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഇനി വേണ്ടത് മേജർ ആയിട്ടുള്ള പ്രോബ്ലം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ആ ഒരു പ്രോബ്ലംസിലേക്ക് നിങ്ങൾ കടന്നിട്ടില്ല. മേജർ പ്രോബ്ലം എന്താണെന്നുള്ളത് എന്തായിരിക്കും ധന്യ? ഒന്ന് പറയാമോ? ഇനിയും പറയാനുണ്ട്. ഒരു 2 പോയിന്റ്സും കൂടി ഉണ്ട്, 2 ഡിസീസും കൂടി ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. BP, ഷുഗർ, കഴിഞ്ഞോ? ക്യാൻസർ. ഓക്കെ ഓക്കെ, ആര്യം മിടിക്ക്. ക്യാൻസർ കേട്ടോ. ക്യാൻസർ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. ഇനിയുണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. കുറെ നിങ്ങൾ പറഞ്ഞു, ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. HIV. HIV അല്ല കേട്ടോ. HIV ലൈഫ് സ്റ്റൈൽ ഡിസീസ് അല്ല. സ്ട്രോക്ക് കേട്ടോ. സ്ട്രോക്ക് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. സ്ട്രോക്ക് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു, തെറ്റായിട്ടുള്ള നമ്മുടെ ജീവിതശൈലി മൂലം നമ്മൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബിസിറ്റി, സ്ട്രോക്ക്, അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ്, ക്യാൻസർ. ഇത്രയും കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക്, അതായത് ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ കാര്യങ്ങളിലൊക്കെ? എന്താണ് ഇത് ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്തിട്ടുണ്ടോ? അത് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്? അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയാമോ? ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ വേണമെങ്കിൽ ആരെങ്കിലും ഈ രോഗത്തിന് അഡിക്റ്റഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ പറയാമോ? ആരാ അത്? അലീനയാണോ പറയുന്നേ? അതെ. പറഞ്ഞോളൂ മോളെ, അലീന പറഞ്ഞോളൂ. മദർ ഇൻ ലോയ്ക്ക് ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു, ബ്രസ്റ്റ് ക്യാൻസർ. ഓ അങ്ങനെ റിമൂവ് ചെയ്തു. 10 years ആയി. ആണല്ലേ? ഓക്കെ. എത്ര നാളെടുത്തു ട്രീറ്റ്മെന്റ്? എങ്ങനെയാ ഡയഗ്നോസ് ചെയ്തിട്ടുള്ള? അത് റേഡിയേഷൻ, കീമോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2-3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ ഇയർലി ചെക്കപ്പ്, സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഫുള്ള് മാറിയിട്ടുണ്ട്. ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? ഇല്ല? പറഞ്ഞോളൂ, എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ, യാതൊരു പ്രശ്നവുമില്ല. നോർമലായിട്ട് നമ്മുടെ വീടുകളിൽ പൊതുവെ കാണുന്ന ഒബീസിറ്റി. ഒബീസിറ്റി. അപ്പം അതായത് കൂടുതൽ ഞാൻ എന്റെ ലൈഫിൽ അത് എക്സ്പീരിയൻസ് ചെയ്തെന്ന് പറഞ്ഞാല്, എനിക്ക് മൂന്നാമത്തെ ഒരു കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞ ശേഷം എനിക്ക് ഓവർ വെയിറ്റ് വന്നു. അപ്പം എനിക്ക് ആ സമയത്തൊന്നും തോന്നിയില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തന്നെ തോന്നുമല്ലോ, നമ്മൾ മറ്റുള്ളവരായിട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അപകർഷതാബോധം ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എനിക്ക് തന്നെ എന്റെ സെൽഫിനോട് എനിക്കൊരു ഇത് തോന്നിയിട്ട് ഞാൻ തന്നെ ഒരു എക്സസൈസിലോട്ട് കടന്നു. അതുപോലെ ഡെയിലി 2 നേരം എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ കൂടുതലും ഫുഡില് കാർബോഹൈഡ്രേറ്റ് ഫുഡ് അവോയ്ഡ് ചെയ്തിട്ട് കൂടുതലും ന്യൂട്രീഷൻ ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ അത് പെട്ടെന്ന് നമുക്ക് ഇത് ഒരു റിസൾട്ട് ഉണ്ടായില്ല. എന്നാലും പതിയെ അത് എനിക്ക് മനസ്സിലായില്ല. ഫസ്റ്റ്
1 to 3 months എനിക്കൊന്നും തോന്നിയില്ല. പക്ഷെ എന്നെ കണ്ടവര് പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ആയിരുന്നു. ആയി. ഓക്കെ. ഉം. എങ്ങനെയാണ് എത്ര കിലോ വെയിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു? എത്ര കുറച്ചു വന്നിട്ട് ഇപ്പോ? എനിക്ക് ശരിക്കും കഴിഞ്ഞ ഓഗസ്റ്റില് നോക്കിയപ്പോഴത്തേക്ക് 84 ഉണ്ടായിരുന്നു. ഓ. അപ്പം ഇപ്പൊ ഇപ്പം അതിന്ന് വന്നപ്പോഴത്തേക്ക് കുറച്ചു കൊണ്ടുവന്നല്ലേ? അതെ. ഓക്കെ. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ. ഇപ്പോഴും ഡയറ്റും എക്സസൈസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? അതെ. അതായത് കൂടുതൽ ഈ അരിയാഹാരം കുറച്ചുകൊണ്ട് നമ്മള് ഫുഡിന്റെ എന്താ മെഷർ അളവ് കുറച്ച്, അളവ് കുറച്ച് അതുപോലെ അല്ലേ? എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കും അതുപോലെ നമ്മുടെ ഇപ്പൊ ഫാമിലിയിലാണെങ്കിൽ എന്റെ മമ്മിയുടെ ആങ്ങളമാർക്കൊക്കെ ഇങ്ങനെ പ്രശ്നമുണ്ട്. ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടായി. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ എനിക്കതൊരു പേടിയായി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തിട്ട് എനിക്കും വെയിറ്റ് കുറക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇത് ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ. വെരി ഗുഡ് എസ്തർ. ഓക്കെ. എത്ര പേര് ഫോളോ ചെയ്യുന്നുണ്ട് ഡയറ്റും എക്സസൈസ് ഒക്കെ? ആരെങ്കിലും ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ അതിനകത്ത്? മാം, ഞാനിപ്പോഴും ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ പറഞ്ഞ കാര്യം കേട്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായി. കാര്യം ഈ മാറ്റർ പറയുന്നതിൽ സംസാരിക്കുന്നതിൽ എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്. എനിക്ക് ഇതേപോലെ സെക്കൻഡ് ഡെലിവറിക്ക് ശേഷം വെയിറ്റ് ഒരു 80 വരെ നിൽക്കുകയായിരുന്നു, ഒട്ടും കുറയാതെ. അങ്ങനെ കുറേയൊക്കെ പല ഡയറ്റും ജിമ്മിലൊക്കെ പോകുന്നുണ്ടെങ്കിലും കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യാതെ അത് ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. പിന്നിട്ട് ഈ ഒരു 2 months ആയിട്ട് കറക്റ്റായിട്ട് ഡയറ്റ് അതിനകത്ത് എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തോണ്ടിരിക്കുവാണ്. ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റിസൾട്ട് നമുക്ക് തന്നെ അറിയാനും പറ്റില്ല. വളരെ പതുക്കെ മാറുന്നതും. ആരെങ്കിലും പറഞ്ഞ് നമുക്ക് ഈ ഒരു കമന്റ് കിട്ടുമ്പോൾ ഉള്ളിലുണ്ടാവുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അറിഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ? ഇതിപ്പോ കേട്ടപ്പോഴും എനിക്ക് എന്റെ അതേ ഫീലിങ്സ് ആണ് ഉണ്ടായത്. ശരിയാണ്. ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ പറയാനായിട്ട്? പറ, നിങ്ങളുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളും പറയൂ. ഞാൻ PCOD ട്രീറ്റ്മെന്റിലാണ്. PCOD ട്രീറ്റ്മെന്റ് ആണല്ലേ? ഓക്കെ. ഇത് എങ്ങനെയായിരുന്നു ഇതിന്റെ സിംറ്റംസും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഷെയർ ചെയ്യാം. അത് 2022 എനിക്ക് അതായത് ഒരു മന്ത്സിൽ 2 തവണ പീരിയഡ്സ് ആവുമായിരുന്നു. അങ്ങനെ 2 മാസം ചേർത്തോണ്ട് അങ്ങനെ വന്നപ്പോ ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഒരു സ്കാൻ എടുത്തതിലാണ് ഞാനിത് അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് മെഡിസിൻ 3 months തന്നു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു സ്കാനോടെ റീസ്കാൻ ചെയ്ത് നോക്കിയപ്പം നോർമൽ ആയിരുന്നു, പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പൊ വീണ്ടും ഇന്നിപ്പോ ഞാനൊരു സ്കാൻ റിപ്പോർട്ട് എടുത്തിട്ട് വരുന്ന വഴിയാ. എടുത്തപ്പോ എനിക്ക് വീണ്ടും റൈറ്റ് ഓവറിൽ PCOD ഇതുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു പോർഷനിൽ കൂടി ഇത് സ്പ്രെഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യും. ഞാൻ ഡോക്ടറിനെ അതിനു മുമ്പ് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ജിമ്മിൽ പോയിട്ട് യോഗയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ മാം വിട്ടത് തന്നെ. ഇപ്പൊ ഇന്നൊരു സ്കാൻ ചെയ്തപ്പോഴാണ് ഇത് അറിയാൻ പറ്റിയത്. അങ്ങനെയാണല്ലേ? ഇപ്പൊ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ഇപ്പൊ ഡയറ്റിലാണ്. ഡയറ്റും എക്സർസൈസും ആണ് പറയുന്നത്. മെഡിസിൻ ആയിട്ടൊന്നും തന്നിട്ടില്ല. ഓക്കെ. ഡയറ്റും എക്സസൈസും ചെയ്ത് കഴിഞ്ഞാല് ഒരു എന്താ പറയാ കൺട്രോളിൽ നിർത്താൻ പറ്റും അല്ലേ? ഓക്കെ. ഇനി വേറെ ആർക്കെങ്കിലും ഒന്നുമില്ല പറയാൻ? ധന്യ, വിജീഷ്, ശ്രീജ. മാം, എനിക്ക് ഹെർണിയന്റെ സർജറി കഴിഞ്ഞിരുന്നു. എന്താ മോളെ? ക്ലിയർ അല്ല കേട്ടോ. ഹെർണിയയുടെ ഓപ്പറേഷൻ സർജറി. ഓക്കെ. അതും ഇതുപോലെ തന്നെ കുറച്ച് വെയിറ്റ് കൂടുതലുള്ള സമയത്ത് തന്നെയായിരുന്നു. അപ്പൊ വെയിറ്റ് കുറച്ചു, ഏകദേശം ഒരു 6 കിലോ വരെ കുറക്കാൻ പറ്റി. അതെങ്ങനെയാ കുറച്ചത്? ഡയറ്റും എക്സസൈസും വഴി തന്നെയാണോ? എക്സസൈസ് തന്നെയാണ്. അവിടെ ജിമ്മിൽ പോയിരുന്നു, മയില്. ജിമ്മിൽ പോയിരുന്നു അല്ലേ? അപ്പൊ ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് എന്താ പറയാ, നമുക്ക് എന്താണോ നമുക്ക് അസുഖം, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ സൂചിപ്പിക്കുമ്പോൾ അതുമായിട്ടുള്ള ഇതാണോ ചെയ്യുന്നത്? അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവര് നമുക്ക് പറ്റാത്തത് ഒഴിവാക്കി തരുന്നുണ്ട്. ഓക്കെ. പറ്റാത്തത് ഒഴിവാക്കി തരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറക്കാൻ പറ്റി. ഒരു 1 month കൊണ്ട് തന്നെ ഒരു 6 kg വരെ ഞാൻ കുറച്ചു.
6 kg വരെ കുറയ്ക്കാനായിട്ട് സാധിച്ചല്ലേ? ആ. ഇനി ഡയറ്റ് പ്ലാൻ ഒക്കെ എങ്ങനെയാണ് നിങ്ങളുടെ? പ്രോപ്പർ ആയിട്ട് ഡയറ്റ് പ്ലാൻ എങ്ങനെയാ വരുന്നത്? എങ്ങനെയാ ചെയ്യുന്നത്? ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ, എങ്ങനെയാണ് നമ്മുടെ ഒരു ഭക്ഷണക്രമം ഒക്കെ ഉണ്ടായിരിക്കേണ്ടത്? ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുക? മാം, ഞാനിപ്പോ ഒരു ഓൺലൈൻ ഡയറ്റ് കോഴ്സിന്റെ അണ്ടറിലാണ്. ജീവ ഡയറ്റ് കോഴ്സ്. അവര് പറയുന്നത് നേരത്തെ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ്സ് ഫുൾ ഒഴിവാക്കി ന്യൂട്രീഷൻ ഫുഡാണ് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ടൈമിങ്സ് ഉണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് 9, ഉച്ചയ്ക്ക് ലഞ്ച് 1 o'clock, പിന്നെ നമ്മൾ ഡിന്നർ 7 മണിക്ക് മുമ്പേ 7 മണിക്ക് കഴിച്ചിരിക്കണം. 7 മണിക്ക് കഴിച്ചിരിക്കണം അല്ലേ? രാവിലെ നമ്മളിപ്പം 9 മണിക്ക് കഴിക്കുന്നത് ഒരു ഗ്ലാസ് പാല്. അത് നമ്മൾ ഇതിനകത്തുനിന്ന് ഷുഗർ ഫുള്ള് കട്ട് ചെയ്യുന്നുണ്ട്. ഓയില് അതെല്ലാം നമ്മൾ ഫുൾ ഒഴിവാക്കുവാണ്. പിന്നെ നമുക്ക് ഓയിലിന്റെ ആവശ്യത്തിന് പകരം നമ്മൾ നെയ്യ് ഉപയോഗിക്കുന്നുണ്ട്, ബട്ടർ, അത് ഉപയോഗിക്കാം. പാല് അഥവാ പാല് മടുത്തിട്ടുണ്ടെങ്കിൽ ഇട ദിവസങ്ങളിൽ നമുക്ക് ഫ്രഷ് ജ്യൂസ്, അതിനകത്ത് തന്നെ നമ്മൾ ഷുഗർ കണ്ടന്റ് അടങ്ങിയ ഫ്രൂട്ട്സ് എല്ലാം ഒഴിവാക്കിയിട്ട് പേരയ്ക്ക, പൈനാപ്പിള്, ആ ഫ്രൂട്ട്സ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ജ്യൂസ് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നമുക്ക് റോബസ്റ്റ പഴം കഴിക്കാവുന്നതാണ്. പാലെടുക്കുവാണെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് വിശപ്പ് വരുവാന്നുണ്ടെങ്കിൽ ഈ ഇടയ്ക്കത്തെ സ്നാക്ക് ടൈം ആയിട്ടൊരു 11 മണിക്കും വൈകുന്നേരം 4 മണിക്കും നമ്മൾ ഒരു 10 നട്ട്സ് വീതം എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഗ്രീൻ ടീ എടുക്കാം. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിന് വെജിറ്റബിൾസ് മാത്രമേ എടുക്കുന്നുള്ളൂ. തോരൻ, അവിയൽ, അങ്ങനെ എന്തെങ്കിലും. പിന്നെ നമുക്ക് മീറ്റും ഫിഷും ഒക്കെ നമ്മൾ ബോയിൽ ചെയ്തിട്ട് ഉപ്പ് മഞ്ഞളിൽ പുഴുങ്ങി മാത്രം എടുക്കാവുന്നതാണ് പറയുന്നത്. പിന്നെ തൈര് 1 കപ്പ്. ഈ സെയിം ഐറ്റം തന്നെ നമുക്ക് ഡിന്നറിന് ഉപയോഗിക്കാം. രണ്ടിലും നമുക്ക് തൈര് നന്നായിട്ട് കഴിക്കണമെന്ന് പറയുന്നുണ്ട്. തൈര് കഴിക്കണം. അപ്പം നമ്മൾ ഈ റൈസ്, വീറ്റ്, ഓട്സ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫുള്ള് കട്ട് ചെയ്യണമെന്നാണ്, മസ്റ്റായിട്ടും കട്ട് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. താങ്ക് യു എലീന. ഷെയർ ചെയ്തേനെ കേട്ടോ. മാം. ഇനി വേറെ ആർക്കെങ്കിലും ഇതുമായിട്ട്, അതായത് കുറച്ചും കൂടി വേറെ, അതായത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആർക്കെങ്കിലും ഒന്ന് പറയാം? നമ്മൾ നോർമലി, അതായത് വേറെ പ്രത്യേകിച്ച് നമുക്ക് ഹെൽത്ത് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് നമ്മുടെ ബോഡി വെയിറ്റ് കൺട്രോൾ ചെയ്ത് നിർത്തുന്നതിനായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആരെങ്കിലും പറയാമോ ഒന്ന്? സാധാരണ ഒരു വ്യക്തി എന്താ പറയാ കഴിക്കേണ്ട, അല്ലെങ്കിൽ എന്താണ്, അതായത് അധികം ഓവറൊന്നും അല്ലാതെ സാധാരണ ഒരു ഡയറ്റ് പ്ലാൻ. നൈറ്റ് ഫുഡൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്താൽ പോരെ? നൈറ്റ് ഫുഡൊക്കെ കുറച്ച് കൺട്രോൾ ചെയ്യാം. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലായിട്ട് കഴിച്ച്, ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലായിട്ട് കഴിക്കുക. പിന്നെ ഓയിലി ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. ഓയിലി ഫുഡ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യാം. പിന്നെ എങ്ങനെയാ? ഇത്ര ഉള്ളോ? നമ്മൾ അരിയാഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കേണ്ട ആവശ്യകതയുണ്ടോ? ഇല്ല മാം, അത് പൂർണ്ണമായി ഒഴിവാക്കണ്ട. നമുക്ക് നന്നായിട്ട് വെയിറ്റ് കൺട്രോൾ ചെയ്യുന്നുള്ളവർക്ക് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഉച്ചയ്ക്ക് 1 കപ്പ് റൈസ് കൂടുതൽ കറി ഉപയോഗിച്ച് കഴിക്കാം എന്നാണ് പറയുന്നത്. കൂടുതൽ കറി ഉപയോഗിച്ചിട്ട് കഴിക്കുക അല്ലേ? അത്രയും കാര്യങ്ങളാണ്. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇതുമായി ബന്ധപ്പെട്ടിട്ട്? നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഒന്ന് പറയാം ആരെങ്കിലും? ഒരു രാവിലെ ഇന്ന ഭക്ഷണം, ഉച്ചയ്ക്ക് ഇന്ന ഭക്ഷണം, വൈകുന്നേരം, അങ്ങനെയുള്ള ഒരു ഇതില് മറ്റുള്ളവർക്കും കൂടി കേൾക്കാമല്ലോ ഒന്ന്. ശരിക്കും ഞാന് എന്റെ ഡയറ്റിങ് ഇത് തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഒരു അറിയാവുന്ന ഒരു ഡോക്ടർ പറഞ്ഞെന്താന്ന് വെച്ചാൽ, നമ്മള് പെട്ടെന്ന് ഇപ്പം ഒരു 4 ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് പെട്ടെന്ന് വന്നിട്ട് ഒരു ഇഡ്ഡലിയിലേക്ക് പോവാന്ന് പറഞ്ഞാൽ അത് അയാളുടെ ആ ഒരു ബോഡി അത് അംഗീകരിച്ചെന്ന് വരത്തില്ല. അപ്പം ഫസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 4 ഇഡ്ഡലി എന്നുള്ളത് ഒരു 3 ഇഡ്ഡലി ആക്കി കൊണ്ടുവരിക. പിന്നെ പയ്യെ പയ്യെ അത് 2 ആക്കുക, പിന്നെ 1ലേക്ക് കൊണ്ടുവരിക, അങ്ങനെ കൊണ്ടുവരാനായിട്ട് സജസ്റ്റ് ചെയ്ത്.
അതുപോലെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പം മിക്കവർക്കും തന്നെ കേരളീയർ എന്ന് പറഞ്ഞ അവരുടെ ഒരു സ്വഭാവം, അവർക്ക് ഉച്ചയ്ക്ക് ചോറുണ്ടില്ലെങ്കിൽ പറ്റത്തില്ല എന്നുള്ള ഒരു അവസ്ഥയുള്ളവരാ മിക്കവരും. അപ്പം അവര് ഇപ്പം ഫുൾ പ്ലേറ്റ് ചോറ് കഴിക്കുന്നവര് നാളെ തൊട്ട് കുറച്ച് കാൽ ഭാഗം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അത് അവരെ കൊണ്ട് ബെയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളവര് എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതൊരു കുറച്ചാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ അതൊരു ഭാഗമാക്കി കൊണ്ടുവരിക എന്നുള്ളത്. അത് എല്ലാ കാര്യത്തിലും അങ്ങനെയാ. അതിപ്പം 4 നേരം 5 നേരം ചായ കുടിക്കുന്നവര് അത് 4 ആക്കുക, 3 ആക്കുക, 2 ആക്കുക, പിന്നെ 1 ആക്കുക, പിന്നെ വേണ്ടെങ്കിലും വേണ്ട, അങ്ങനെ ആക്കി കൊണ്ടുവരിക. അതേ നമുക്ക് പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അല്ല ഒറ്റയടിക്ക് അത് 1 ആക്കി കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മുടെ അത് ബോഡി അത് നമ്മളെ എന്താ പറയാ അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകില്ല എന്നുള്ളതാണ് എന്റെ ഒരറിവ്. ശരിയാണ്, എസ്തർ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളിപ്പോ എസ്തർ പറഞ്ഞ പോലെ 4 ഇഡ്ഡലി കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഡെയിലി 4 ഇഡ്ഡലിയാണ് അയാൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും രാവിലെ. പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ 4 ഇഡ്ഡലിയിൽ നിന്ന് 1 ഇഡ്ഡലി ആക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്താണ് നമ്മുടെ ആ ഒരു നമ്മൾ എടുക്കുന്ന ആ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എന്താണ്, പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചുരുക്കാനായിട്ട് സാധിക്കില്ല. പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് വെയിറ്റ് കുറക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ ഒരു പാത്രം ചോറാണ് എടുത്തതെങ്കിൽ, ഒരു പാത്രം ചോറാണ് നമ്മൾ ഡെയിലി കഴിക്കുന്നതെങ്കിൽ, നമ്മൾക്ക് വെയിറ്റ് കുറക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ എന്ത് ചെയ്യാം, പിറ്റേ ദിവസം ആകുമ്പോൾ ആ ഒരു പാത്രം ചോറിൽ നിന്ന് കുറച്ച് പോർഷൻ എന്ത് ചെയ്യാം, നീക്കുക. എന്നിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. പെട്ടെന്ന് നമ്മൾ വെയിറ്റ് ലോസിലോട്ട് പോകുമ്പോൾ ഇപ്പൊ നമുക്കറിയാം, അതായത് നമ്മുടെ മനസ്സിന്റെ പവറാണ് അല്ലെ, നമ്മുടെ മൈൻഡ് പവറാണ് നമ്മളെല്ലാം ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത്. എനിക്കിങ്ങനെ വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ട് എന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ്, ഏകദേശം ഒരു എന്താ പറയാ 90% എന്താണ് നമുക്ക് ശരിയാവും. പക്ഷെ എന്താണ്, നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നില്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ പെട്ടെന്നൊരു സഡൻ ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസിലോട്ട് പോയാല് എന്ത് ചെയ്യില്ല, നമുക്ക് പെർമനന്റ് ആയിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിലനിർത്താനായിട്ട് സാധിക്കില്ല. ചിലപ്പോ ഒരാഴ്ച നമുക്ക് എന്ത് പറ്റിയേക്കും, ഇപ്പൊ എന്താണ് റൈസ് തീരെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയേക്കും, ഒരാഴ്ച നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തെന്ന് വിചാരിക്കാം. പക്ഷെ ഒരാഴ്ച കഴിയുമ്പോഴെന്താണ്, നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞുകൊണ്ടിരിക്കുക, ചോറ് കാണുമ്പോഴെന്താ അല്ലെങ്കിൽ മീൻകറി കാണുമ്പോഴൊക്കെ എന്താണ്, നമുക്കൊരു കൊതി തോന്നുന്നു അല്ലെ ഇത് കഴിക്കാനായിട്ട്. അപ്പൊ എന്താണ്, നമ്മള് ആ ഒരാഴ്ചത്തൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇത് വാരി വെച്ച് കഴിക്കും ഇത് കാണുമ്പോൾ. പിന്നെ എന്താ ചെയ്യാ, വീണ്ടും നമ്മുടെ വെയിറ്റ് ഡബിൾ ആവുക ചെയ്യാം. അപ്പൊ എപ്പോഴും നമ്മള് ഹെൽത്തി ഡയറ്റ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. പോർഷൻ കൺട്രോളിലാണ് നിങ്ങളുടെ ഡയറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ രാവിലെ ഒരു 2 ഇഡ്ഡലിയാണ് കഴിക്കുന്നതെങ്കിൽ ആ 2 ഇഡ്ഡലിയുടെ കൂടെ എന്ത് ചെയ്യുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കടലയോ പരിപ്പോ അല്ലെങ്കിൽ എന്താണ് ഗ്രീൻ പീസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ധാരാളം ഇൻക്ലൂഡ് ചെയ്യുക. അതിന്റെ കൂടെ എന്താണ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ ഒരു കുക്കുംബർ എടുത്തിട്ട് സ്ലൈസ് ചെയ്ത് കഴിക്കുക. അതിനു മുമ്പായിട്ട് ഏറ്റവും ആദ്യം പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം വിട്ടുപോയി കേട്ടോ, വാട്ടർ കേട്ടോ. വാട്ടർ വെള്ളം എന്ന് പറയുന്നത് ഡയറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരാളുടെ ബോഡി വെയിറ്റിനനുസരിച്ചിട്ടാണ് നമ്മള് എന്താ പറയാ വെള്ളം അളക്കുന്നത്. ഇപ്പൊ ഒരു 25 കിലോ ഉള്ള ആളാണെങ്കിൽ 1 ലിറ്റർ വെള്ളം, അങ്ങനെയുള്ളൊരു കണക്കാണ്. കറക്റ്റ് എനിക്കറിയില്ല, അത് നിങ്ങൾക്കൊന്ന് നോക്കിയാൽ അറിയാനായിട്ട് സാധിക്കും. അങ്ങനെയാണോ? വെള്ളത്തിന്റെ മെഷർമെന്റ് ആർക്കെങ്കിലും അറിയോ? നമ്മുടെ വാട്ടർ ഇൻടേക്ക് ചെയ്യണ്ടേ എസ്തർ, അറിയാമോ? 4 ലിറ്റർ ആണ്. 4 ലിറ്റർ 3. അതായത് ബോഡി വെയിറ്റിന് എത്രയാണോ നമ്മുടെ ബോഡി വെയിറ്റ് ഉള്ളത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് നമ്മൾ അകത്തേക്ക് കുടിക്കേണ്ടത്. രാവിലെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാല് ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടറിൽ നമ്മുടെ എന്താ പറയാ ദിവസം ആരംഭിക്കും. ഒരു ഗ്ലാസ് ഹോട്ട് വാട്ടർ. ഇപ്പോ പലരും പറയുന്നുണ്ട് ലെമൺ സ്ക്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ സിനമണിന്റെ വെള്ളം അങ്ങനെയൊക്കെ കുടിക്കാനായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ജീര വാട്ടർ ഇതൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും സാധിച്ചില്ലെങ്കിൽ കൂടി ഹോട്ട് വാട്ടർ എന്ന് പറയുന്ന സംഭവം ഒരു ദിവസം രാവിലെ തന്നെ ഇൻടേക്ക് ചെയ്യുക. അത് ചെയ്താൽ തന്നെ അതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ഹോട്ട് വാട്ടർ കുടിക്കുന്നതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ് ഒക്കെ ബേൺ ചെയ്യാനായിട്ട് സാധിക്കും.
നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസുകൾ എന്ത് ചെയ്യും, ബേൺ ചെയ്തു പോകും ഈ ഹോട്ട് വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ആ ഹോട്ട് വാട്ടർ രാവിലെ തന്നെ കുടിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ചായക്കോ കാപ്പിക്കോ ഒക്കെ പകരമായിട്ട് എന്ത് ഉപയോഗിക്കാം, നമുക്ക് ഒരു ഹോട്ട് വാട്ടർ കുടിച്ച് നമ്മുടെ ദിവസം ആരംഭിക്കാം. ഇനി സാധാരണ ഒരു ഹെൽത്തി ഡയറ്റിൽ വരുന്നത് രാവിലെ നമ്മൾ എന്താണ്, നമ്മൾ മലയാളികളാണ് അല്ലെ, സാധാരണ നമ്മൾ പുട്ട്, ദോശ, ഇഡ്ലി അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇടിയപ്പം, വെള്ളയപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോ ഇതൊന്നും ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്നതാണ്, നമ്മൾക്ക് വേണ്ടി സെപ്പറേറ്റ് എന്താണ് ഉണ്ടാക്കാനൊന്നും സാധിച്ചെന്ന് വരില്ല ചില ഫാമിലീസിൽ അല്ലെ. അതായത് ആ വീട്ടിലെ എല്ലാവരും കഴിക്കുന്ന ഭക്ഷണം തന്നെ നമുക്കും കഴിച്ചുകൊണ്ട് നമുക്കും വെയിറ്റ് ലോസ് ചെയ്യാം. ഇപ്പൊ രാവിലെ ആണെങ്കിൽ ഇപ്പൊ ഇഡ്ഡലിയാണ് ആ വീട്ടിൽ ഉണ്ടാക്കുന്നതെങ്കിൽ 2 ഇഡ്ഡലി കഴിക്കുക, അതിന്റെ കൂടെ എന്ത് ചെയ്യുക, സാമ്പാർ കഴിക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങള്, സാമ്പാർ ആണെങ്കിൽ എന്താണ്, ധാരാളം വെജിറ്റബിൾസ് ഉണ്ട്, ഫൈബർ ഉണ്ട്, വിറ്റാമിൻ, എങ്ങനെയുള്ള അതിന്റെയൊക്കെ എന്താണ് ഒരു കലവറയാണെന്ന് പറയാം സാമ്പാർ, അവിയൽ എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ. അപ്പൊ നമ്മ ഇഡ്ഡലിയുടെ കൂടെ എന്ത് ചെയ്യുക, സാമ്പാർ കഴിക്കുക. ഇനി പുട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരൊറ്റ കുറ്റി, എന്താ പറയാ, എന്താ പറയാ, ഒരു കുറ്റിയാണല്ലോ നമ്മൾ പുട്ട് ചുടുന്നത്, ആ ഒരു ഇതായിട്ട് കഴിക്കരുത്. അതിന്റെ ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം പോർഷൻ എടുത്തിട്ട് അത് കഴിക്കുക. അതിന്റെ കൂടെ കടലക്കറി, അതൊരു ബൗൾ എടുക്കുക കേട്ടോ. കടലക്കറി ആണെങ്കിലും പയറാണെങ്കിലും ചെറുപയറാണെങ്കിലും ഗ്രീൻ പീസ് ആണെങ്കിലും ഒക്കെ എന്താണ് എടുക്കുക. കൂടുതലായിട്ട് കറി ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ഇതിന്റെ അളവ് കുറയ്ക്കും. ഇപ്പൊ പുട്ടിന്റെയൊക്കെ എന്ന് പറയുന്ന അംശം എന്ന് പറയുന്നത് കുറച്ചുകൊണ്ട് വരിക, കറികൾ ധാരാളം ഉൾപ്പെടുത്തുക. അത് കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യാ, ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്താണ് വെജിറ്റബിൾസോ കഴിക്കുക. ഇതിങ്ങനെ കഴിക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഉച്ചക്കലത്തെ വിശപ്പ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒന്നാണ് അല്ലെ. ഉച്ചയ്ക്ക് നമുക്ക് വിശപ്പ് ഉണ്ടാവും, അതുകൂടാതെ വൈകുന്നേര സമയങ്ങൾ, എനിക്കൊക്കെ ഉണ്ടാവോ വൈകുന്നേരമോ 4 മണി 4:30 5 മണിയൊക്കെ ആവുമ്പോൾ നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അങ്ങനെയുള്ളവരുണ്ടോ ഇവിടെ? ഉണ്ടോ? ഇല്ല, ആരും തന്നെ ഇല്ല. ഈവനിങ് ടൈമിൽ വിശക്കുന്നവരില്ലേ? ഇല്ല. ഇല്ല. ഓക്കെ, അപ്പൊ ഉച്ചക്കലത്തെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ ചോറ് കഴിക്കേണ്ട സമയമാണ് അല്ലെ. അപ്പൊ ചോറിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നമ്മളൊരു 11 11:30 ആകുമ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്താണ് കുറച്ച് വെജിറ്റബിൾസോ. ഇപ്പൊ വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ കുക്കുംബർ, ക്യാരറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ കഴിക്കാം. നമുക്കധികം വിശപ്പ് വരില്ല. അതിന്റെ കൂടെ എന്ത് ചെയ്യാം, നമ്മൾ വെള്ളവും ധാരാളം കുടിക്കുക. ഉച്ചയ്ക്ക് ആകുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അത്രയും വിശപ്പ് തോന്നില്ല. ഇനി ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ കുറച്ച് ചോറ് എടുക്കുക, കറികള്, വറുത്ത പൊരിച്ച ആഹാരങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്, ഇപ്പൊ മീൻകറി എന്നൊക്കെ പറയുന്ന ഹെൽത്തിയാണ്, മീൻകറി കഴിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പാർ, രാവിലത്തെ സാമ്പാർ ഉണ്ടെങ്കിൽ സാമ്പാർ കഴിക്കാം, അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കുവാണെങ്കിൽ തോരൻ കഴിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ തൈരാണെങ്കിൽ ഒരു കപ്പ് തൈര് നമുക്ക് യൂസ് ചെയ്യാം. തൈര് എന്ന് പറയുന്നത് നമ്മുടെ കുടലിലെ ബാക്ടീരിയയെ ഗ്രോൺ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് തൈര് എന്ന് പറയുന്നത്. തൈര് ആരും അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ തോന്നുന്നു PCOD PCOS ഒക്കെ ഉള്ളവർക്കാണ് തൈര് എനിക്ക് തോന്നുന്നു അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഇത് വരികയെന്നൊന്നും കറക്റ്റ് എനിക്ക് അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാല് ആ ഒരു നമ്മുടെ എന്താ പറയാ, ഒരു നല്ല റിച്ച് ആയിട്ടുള്ളൊരു ഇതായി നമ്മുടെ ഉച്ചക്കലത്തെ ഫുഡ് എന്ന് പറയുന്നത്. ഇനി വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് വീണ്ടും എന്താണ്, ചായയുടെ ടൈമാണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് നോർമലി നമ്മൾ മലയാളികളാണ്, നമുക്ക് ചായ കുടിക്കാൻ ഇഷ്ടമാണ്. അതിന്റെ കൂടെ എന്താണ്, നമുക്ക് ഉഴുന്നുവട തിന്നാൻ ഇഷ്ടമാണ്, പഴംപൊരി, പരിപ്പുവട അല്ലെ, നമ്മുടെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള പലഹാരങ്ങളാണ് അതൊക്കെ. അതൊക്കെ തിന്നാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുള്ളൂ. പക്ഷെ അത് കട്ട് ചെയ്യുക. ഓക്കെ, അത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കപ്പലണ്ടി കഴിക്കാം. നമ്മുടെ കൈക്ക് നമ്മുടെ ഒരു പിടി എന്നാ പറയാ, ഒരു പിടി കപ്പലണ്ടിയോ ഒരു പിടി നട്ട്സോ ഒരു പിടി എന്താ പറയാ ബദാമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചായ ഒഴിവാക്കണം എന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് ഞാൻ പറയില്ല. ചിലവർക്ക് തലവേദനയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കാരണം ധാരാളം കാലങ്ങളായിട്ട് ചായ അല്ലെങ്കിൽ കാപ്പിയൊക്കെ കുടിച്ച് പതിവായിട്ട് ശീലിച്ചവരുണ്ടാവും. അവർക്ക് പെട്ടെന്നൊന്നും ഇത് കട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനകത്ത് എന്താ പറയാ, അതായത് അതിനകത്ത് ഇതാക്കുന്ന പഞ്ചസാര, ഷുഗറിന്റെ അളവ് എന്ത് ചെയ്യുക, കുറയ്ക്കുക. 1 ടീസ്പൂൺ പഞ്ചസാരയാണ് നിങ്ങൾ ചായയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂൺ ആക്കി കുറയ്ക്കുക. ഇനി ചായയുടെ വെറുതെ എന്താ പറയാ, ഇപ്പൊ മധുരം തീരെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിൽ 1 സിപ്പ് ചായ കുടിക്കുക. അവരുടെ ഒരു എന്താ, നമുക്ക് കൂടുതലും നമ്മുടെ മനസ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ നോക്കുന്നത്. ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ പോലെ ആകും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് തലവേദന എടുക്കും, അല്ലെങ്കിൽ ഒരു ഉഷാറില്ല എന്നൊക്കെ നമുക്ക് ഇങ്ങനെ തോന്നും. അപ്പൊ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1 സിപ്പോ 2 സിപ്പോ ചായ കുടിക്കുക, മധുരമിട്ടത്. ഓക്കെ, അതുകൊണ്ടൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവും. ഒരു ഗ്ലാസ് എന്നല്ല പറയുന്നത്, 1 സിപ്പാണ് കേട്ടോ, നമ്മുടെ മനസ്സിനെ ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അല്ലാത്തവരാണെങ്കിൽ അത് ഇപ്പൊ ചായ തന്നെ 1 ഗ്ലാസ് കുടിക്കണം എന്നുള്ളവരാണെങ്കിൽ
മധുരം പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ആ ചായ മാത്രമായിട്ട് കുടിക്കാം. അങ്ങനെയുണ്ട് വഴികൾ കേട്ടോ. ഇനി വൈകുന്നേരം ആവുമ്പോൾ നമ്മുടെ ഡിന്നർ ടൈമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് വിശപ്പ് വരുന്നൊരു ടൈമാണ്. ഓക്കെ, ആ സമയം എന്ന് പറയുന്നത് നമ്മളൊരു 7-7:30 ഓക്കെ മാക്സിമം അതിനുള്ളിൽ നമ്മുടെ ഡിന്നർ എന്ത് ചെയ്യാം, നമ്മള് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഡിന്നർ ഏറ്റവും കൂടുതൽ ഡിന്നർ ഇപ്പോ ചപ്പാത്തി കഴിക്കുന്നവരുണ്ട്, ഓട്സ് കഴിക്കുന്നവരുണ്ട്, ഉപ്പുമ കഴിക്കുന്നവരുണ്ട്, ധാരാളം ഉണ്ട്. അപ്പോ ഏത് ഫോമാണോ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു ഇതില് ചോറ് കഴിക്കാതിരിക്കുക. ചപ്പാത്തിയോ അല്ലെങ്കിൽ ഓട്സ് കൊണ്ട് ഉപ്പുമാവോ അല്ലെങ്കിൽ ഓട്സ് കൊണ്ട് ഓംപ്ലെറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. ഇനി അതല്ല എന്താ പറയാ കുറുക്കുകൾ, ഇപ്പൊ ലിക്വിഡ് ഫോമിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അപ്പൊ ഗോതമ്പ് പൊടിയും കൊണ്ട് നിങ്ങൾക്ക് കുറുക്ക് ഉണ്ടാക്കാം, പിന്നെ എന്താണ് റാഗി കൊണ്ട് കുറുക്ക് ഉണ്ടാക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ എന്താണ് നിങ്ങളുടെ വയറും മനസ്സും ഒരുപോലെ എന്താണ് ഫില്ലിംഗ് ആകും. ഓക്കെ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക. ഇത് മാത്രമല്ല അതിന്റെ കൂടെ 30 മിനിറ്റ് എക്സസൈസും ചെയ്ത് കഴിഞ്ഞു നിങ്ങള് ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? ഇതുപോലെ ചെയ്യൂലേ എല്ലാവരും? ചെയ്യാൻ ശ്രമിക്കുക അല്ലെ? ഓക്കെ, പെട്ടെന്ന് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങള് ഉൾപ്പെടുത്തുക കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാം. ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഓരോ ദിവസത്തെ ഒരു 7 ദിവസത്തെ ഡയറ്റ് ചാർട്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യോ? ഓക്കെ, മനസ്സിലായില്ല? ഇപ്പൊ ഞാൻ ഇന്നത്തെ ഒരു അതായത് ഞാനിപ്പോ ഒരു ഭക്ഷണക്രമം ഞാൻ പറഞ്ഞു, അതുപോലെ ഇപ്പൊ ഞാൻ രാവിലത്തെ ഭക്ഷണക്രമം എന്താ പറഞ്ഞ ഇഡ്ലി സാമ്പാറോ പറഞ്ഞത് അല്ലെ? അപ്പൊ നെക്സ്റ്റ് ഡേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാക്കാം. അതായത് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റിന്റെ ചാർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഒരു 7 days കേട്ടോ, 7 ദിവസം. ആഴ്ചയിൽ 7 ദിവസം അല്ലേ നമുക്കുള്ളൂ. ഓക്കെ, ആ 7 ദിവസത്തെ ആ ടൈമും അതുപോലെ ആ ഭക്ഷണവും എന്താണെന്ന് രാവിലത്തെ, പിന്നെ അതുപോലെ 11 മണി, അതുപോലെ ഉച്ചയ്ക്ക് ലഞ്ചിന്റെ ആ ഒരു സമയത്തെ എന്താണ് കഴിക്കേണ്ടത്. ഈവനിങ് ടൈമിൽ ഇപ്പൊ ഈവനിങ് ടൈമിൽ ഇന്ന് പീനട്ട് ആണെങ്കിൽ നാളെ നമുക്ക് ഒരു പിടി ബദാം എടുക്കാം, മറ്റന്നാൾ നമുക്ക് ഒരു പിടി കാഷ്യൂ എടുക്കാം. അങ്ങനെ ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ 7 ദിവസത്തെ. ഓക്കെ, ചെയ്യില്ല എല്ലാവരും? ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ, എളുപ്പം കിട്ടില്ലേ? ഓക്കെ, ഡയറ്റ് ചാർട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഡിസീസിനെ കുറിച്ചുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഇമ്മ്യൂണിറ്റി ആണ് കേട്ടോ. ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രതിരോധ ശേഷി. അപ്പൊ നമ്മൾ ഇമ്മ്യൂണൈസേഷനിലേക്ക് കടക്കാൻ പോവാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. ഇമ്മ്യൂണിറ്റി എന്താണെന്ന് ഞാൻ പറയാം, ആവശ്യമുള്ളവരൊന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. The ability of the body to prevent and destroy pathogens that have entered the body. Okay, ഒന്നുകൂടി പറയാം. The ability of the body to prevent and destroy pathogens that have entered the body. അതായത് രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിന്റെ കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഇമ്മ്യൂണിറ്റി അഥവാ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് കേൾക്കാറില്ലേ? ഇപ്പൊ നമ്മുടെ പരസ്യങ്ങളിലായാലും എന്താണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനുള്ള ധാരാളം അല്ലെ നമ്മുടെ പരസ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കും അല്ലെങ്കിൽ കൊച്ചുങ്ങളുടെ ഇമ്മ്യൂണിറ്റി കൂട്ടും എന്നൊക്കെ പറഞ്ഞ എന്താണ് ധാരാളം പരസ്യങ്ങൾ നമ്മൾ ഡെയിലി കാണാറുണ്ട്. അപ്പൊ സാധാരണ ഇമ്മ്യൂണിറ്റി എന്ന് പറയാൻ എന്താണ്? അതായത് നമ്മുടെ ശരീരത്തിനകത്ത് രോഗാണുക്കള് കയറിപ്പറ്റിയാല് ആ കയറിപ്പറ്റിയ രോഗാണുക്കളെ എന്താണ് നശിപ്പിക്കാനായിട്ട് ശരീരത്തിന് ഒരു കഴിവുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നേ? ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? മാം ഡെഫിനിഷൻ ഒന്ന് പറയോ? ഓക്കെ, പറയാം. The ability of the body to prevent and destroy pathogens that have entered the body. The ability of the body to prevent and destroy pathogens that have entered the body. Okay, ഇതാണ് ഡെഫിനിഷൻ കേട്ടോ. ഓക്കെ,
അപ്പൊ ഞാൻ ഇമ്മ്യൂണിറ്റി ആണ് ഇപ്പൊ പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടാണ് കേട്ടോ. ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് immunization that give the body an artificial ability to fight diseases. Okay, ഒന്നുകൂടി പറയാം. Immunizations that give the body an artificial ability to fight diseases. അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന കുത്തിവയ്പ്പുകളെയാണ് എന്ത് പറയുന്നേ, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയില് രോഗാണുക്കൾ പ്രവേശിച്ചു കഴിഞ്ഞാല് നമ്മുടെ ബോഡിക്ക് എന്താണ്, സ്വാഭാവികമായിട്ട് എന്തുണ്ട്, രോഗാണുക്കളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവുണ്ട്. അതിനെയാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളില്, അതായത് നമ്മുടെ ബോഡിയുടെ ഉള്ളില് കയറിയിരിക്കുന്ന രോഗാണുക്കളെ കൃത്രിമമായിട്ട് എന്ത് ചെയ്യണം, നശിപ്പിക്കുന്നതിന് വേണ്ടി, അതായത് അവരെ എന്താണ് കൃത്രിമമായിട്ട് എന്താണ് നശിപ്പിച്ച് ആ രോഗത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് കഴിവ് നേടിക്കൊടുക്കുന്നതാണ് എന്ത്, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ വാക്സിനേഷൻ നമ്മൾ നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾക്ക് കൃത്രിമമായിട്ട് എന്താണ് നമ്മുടെ ബോഡിയിൽ ഇഞ്ചെക്ട് ചെയ്യാണ് അല്ലെ, അതായത് രോഗങ്ങളിൽ നിന്ന് നമ്മളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാക്സിനേഷൻസ് നടത്തുന്നത്. അപ്പൊ ഇമ്മ്യൂണിറ്റിയും ഇമ്മ്യൂണൈസേഷനും തമ്മിലുള്ള ഡിഫറൻസ് അതാണ്. പിടികിട്ടിയോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഒന്ന് നാച്ചുറലായിട്ടുള്ളതാണ് നമ്മുടെ ബോഡിയില്, മറ്റൊന്ന് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതാണ് അല്ലെ. നമ്മളിപ്പോ എന്താണ്, നമുക്ക് കൊറോണ വന്നല്ലേ, നിങ്ങൾക്ക് അറിയാല്ലേ, നമ്മൾ കൊറോണ വന്നപ്പോ എന്താണ് നമ്മൾ എല്ലാവരും ഭയപ്പെട്ടു അല്ലെ. കുറെ നാളത്തെ ഇതിന് ശേഷമാണ് വാക്സിൻ ക്രിയേറ്റ് ചെയ്തത് അല്ലെ. അപ്പൊ ഏതായിരുന്നു ആ വാക്സിൻസ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നു 2 വാക്സിൻസ്? കോവിഷീൽഡ്, കോവാക്സിനും അല്ലെ, 2 ആയിരുന്നു അല്ലെ. അത് നമ്മൾ ഇഞ്ചെക്ട് ചെയ്തു അല്ലെ. എന്തിനു വേണ്ടിട്ടാ ഇഞ്ചെക്ട് ചെയ്തേ? ഇമ്മ്യൂണൈസേഷൻ. ഇമ്മ്യൂണൈസേഷൻ അല്ലെ. ആ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്ത് ചെയ്യാണ്, നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്യാണ്, ഇഞ്ചെക്ട് ചെയ്യാണ്. അതിനെയാണ് എന്ത് പറയുന്നേ, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി വാക്സിനുകളെ കുറിച്ചിട്ടൊരു പോയിന്റ് പറയാനുണ്ട്. സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി വാക്സിൻ. ഓക്കെ, കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മള് വാക്സിനുകൾ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒന്നുകൂടെ പറയാം, ഒന്ന് നോട്ട് ചെയ്തോളൂ. സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി വാക്സിൻ. ഓക്കെ, സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി വാക്സിൻ. ഓക്കെ, ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു ചോദ്യമാണ് ചോദിക്കാൻ പോകുന്ന, ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നേ. അറ്റ് വാട്ട് ടൈം, വാട്ട് ഏജ് ഈസ് ദ പോളിയോ വാക്സിൻ ഗിവൺ ടു ചിൽഡ്രൻ? അറ്റ് വാട്ട് ഏജ്? 0 to 5 ആണോ? 5 years old കേട്ടോ. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് എന്ത് കൊടുക്കുന്നേ, നമ്മള് പോളിയോ വാക്സിൻ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ, 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കല്ലേ? 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് നമ്മള് പോളിയോ വാക്സിൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഹൗ മെനി ടൈംസ് ടു ഗിവ് പോളിയോ ഡ്രോപ്സ്? ഹൗ മെനി ടൈംസ്? 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത് പറഞ്ഞു. എത്ര ടൈം ആയിട്ടാണ് കൊടുക്കുന്നത് പോളിയോ ഡ്രോപ്സ്? 2 times. 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നു, ചിൽഡ്രൻസിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടത്. അപ്പൊ എത്ര ടൈം മാസം കൂടുമ്പോ ടൈം പറ, ടൈം എത്രയാ വരിക? Yearly 2 times. എത്രയാ? 7 ടൈംസ് ആണ് കേട്ടോ. 7 പ്രാവശ്യമാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. നമുക്ക് പോളിയോ ഡ്രോപ്പ് കൊടുക്കുന്നത് കുഞ്ഞിന് 7 തവണയായിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, 7 ടൈം ആയിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറയാ, പിന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ലേ, കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലേ? പോളിയോ ഡ്രോപ്സ് കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എടുത്താൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ, ചോദിക്കാനുണ്ടോ എന്നോട്?
ഇല്ല മാം, ക്ലിയർ ആണ്. ക്ലിയർ ആയല്ലേ? മനസ്സിലായല്ലേ? ആ ഓക്കെ. അപ്പൊ നമുക്ക് സ്ലൈഡിലോട്ട് വരാം കേട്ടോ. സ്ലൈഡ് കാണുന്നില്ലേ നിങ്ങള്? യെസ് മാം. അധികം ടൈം ഇല്ല നമുക്ക്, എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻട്രൊഡക്ഷൻ തുടങ്ങി വെക്കാം ഇതിനെ കുറിച്ചിട്ട്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ നോക്കിയേ, ഇമ്മ്യൂണൈസേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിനകത്ത് ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ്, ഒരു 3 തരം ഡിസീസ് ആണ് പറയുന്നത് കേട്ടോ. ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് വൺ ഡിഫ്തീരിയ ആണ്. ഡിഫ്തീരിയ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? ഡിഫ്തീരിയ കേട്ടിട്ടുണ്ടോ? ഡിഫ്തീരിയ കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ. എന്താ കേട്ടേക്കണേ ഡിഫ്തീരിയയെ കുറിച്ചിട്ട്? കേട്ടിട്ടുണ്ട്, പക്ഷെ മറന്നുപോയി അല്ലേ? ഓക്കെ. ഞാനൊരു ഹിസ്റ്ററി പറയാം കേട്ടോ. നമുക്കധികം സമയമില്ലല്ലോ, അപ്പൊ നമ്മളൊന്ന് ഹിസ്റ്ററി ഒന്ന് പറയാം ഡിഫ്തീരിയയെ കുറിച്ച് കേട്ടോ. ഓക്കെ, റെഡി അല്ലേ കേൾക്കാനായിട്ട്? യെസ് മാം. ഓക്കെ. അപ്പൊ ഡിഫ്തീരിയ എന്ന് പറയുന്ന ഈ ഒരു ഡിസീസ് ഒരു 1630, അതായത് 1613 സ്പെയിനിലാണ് ഈ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് കേട്ടോ. സ്പെയിനില് 1613 ഡിഫ്തീരിയ എന്ന് പറയുന്ന ഈ ഒരു ഡിസീസ് റിപ്പോർട്ട് ചെയ്തത്. അവിടെയുള്ള 80% കുട്ടികളും ഈ രോഗം ബാധിച്ച് മരിക്കുകയുണ്ടായി. ഓക്കെ, അവിടെയുള്ള 80% കുട്ടികൾ എന്താണ്, ഈ ഒരു രോഗം ബാധിച്ച് മരിക്കാനുണ്ടായത്. അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു വർഷം, അതായത് 1613 എന്ന് പറയുന്ന ആ ഒരു വർഷം ചരിത്രത്തില് ഒരു പേരിലാണ് അറിയപ്പെടുക, ദ ഇയർ ഓഫ് സ്ട്രാങ്കുലേഷൻസ് കേട്ടോ. ദ ഇയർ ഓഫ് സ്ട്രാങ്കുലേഷൻസ്, അതിന്റെ മീനിങ് എന്ന് പറയുന്നത് കഴുത്തു ഞെരിഞ്ഞുള്ള മരണങ്ങളുടെ വർഷം എന്നാണ് കേട്ടോ അതറിയപ്പെടുക. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കാൻ വേണ്ടി പറയണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഇത് നിങ്ങൾ എഴുതണമെന്ന് യാതൊരു നിർബന്ധമില്ല. വേണമെങ്കിലും ഒന്ന് ഇയർ ഒന്ന് നോട്ട് ചെയ്തിട്ട് എവിടെയാണെന്ന് റിപ്പോർട്ട് ചെയ്തൊന്ന് എഴുതി വെക്കാം. അല്ലാണ്ട് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽ എഴുതണമെന്നില്ല കേട്ടോ. ഓക്കെ, തുടർന്ന് ഞാൻ പറഞ്ഞു 1613 ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് 1826, അതായത് 1826 പിയറി ബ്രട്ടോണി എന്ന ഡോക്ടറാണ് ഈ ഒരു രോഗത്തിന് ഡിഫ്തീരിയ എന്ന് പേരിട്ടത് കേട്ടോ. പിയറി ബ്രട്ടോണി എന്ന ഡോക്ടറാണ് ഈ ഒരു രോഗത്തിന് എന്ത് പേരിട്ടത്? ഡിഫ്തീരിയ എന്ന പേരിട്ടത്. ഇനി 1884, അതായത് 1884 ആയപ്പോഴത്തേനും ഈ ഒരു ഡിഫ്തീരിയ എന്ന രോഗത്തിന്റെ രോഗാണുവിനെ കണ്ടെത്തുകയുണ്ടായി. എന്താണ് ഈ ഒരു മൈക്രോ ഓർഗാനിസം, എന്താണ് ഈ രോഗം ഉണ്ടാക്കുന്ന മൈക്രോ ഓർഗാനിസം എന്ന് കണ്ടെത്തുകയുണ്ടായി 1886 കേട്ടോ, 1886. ഓക്കെ, ഇനി ഒരു 1890 ആയപ്പോ എന്താണ്, ഈ ഒരു രോഗാണുവിനെ കണ്ടെത്തിയ ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാക്സിനുകൾ എന്ത് ചെയ്തു, പരീക്ഷണാടിസ്ഥാനത്തില് ചെയ്യാനായിട്ട് തുടങ്ങി. അതായത് വാക്സിൻസ് കണ്ടെത്തി. വാക്സിൻസ് ആദ്യം ഗിന്നി പന്നികളിലാണ് യൂസ് ചെയ്തത് കേട്ടോ. നമ്മൾക്കറിയാം, അതായത് ഒരു വാക്സിൻ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് അത് ആദ്യം മനുഷ്യരിലല്ല പരീക്ഷണം നടത്തുന്നത് അല്ലെ. ആദ്യം മൃഗങ്ങളിൽ പരീക്ഷിച്ചതിന് ശേഷമാണ് മനുഷ്യരിലേക്ക് എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 1890കളില് ഗിന്നിപ്പന്നികളിലാണ് ആദ്യമായിട്ടത് ഈ ഒരു വാക്സിൻ എന്ത് ചെയ്തത്, ഇഞ്ചക്ട് ചെയ്തത്. തുടർന്ന് 1920കളില് ഈ ഒരു രോഗം അമേരിക്കയിലൊക്കെ വ്യാപിച്ചു. ഈ ഒരു ഡിഫ്തീരിയ എന്ന് പറയുന്ന ആ ഒരു ഡിസീസ് അമേരിക്കയിലെ കുട്ടികളെയൊക്കെ ബാധിച്ചിട്ട് ധാരാളം പേര് മരിച്ചതിന് ശേഷം എന്താണ്, ഈ ഒരു വാക്സിൻ എന്താണ്, കൂടുതൽ ജനങ്ങളിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആരംഭിച്ചു. എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ ഒരു വിഭാഗം ജനങ്ങൾക്ക്, അതായത് അവിടെയുള്ള മെജോറിറ്റി ഓഫ് ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വാക്സിൻ കുത്തിവെക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെയാണ് ഈ ഒരു ഡിഫ്തീരിയ എന്ന് പറയുന്ന ഈ ഒരു രോഗം ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് കേട്ടോ. അതായത് മറ്റുള്ള രാജ്യങ്ങളിലെ കൂടി ഈ ഒരു രോഗത്തിന്റെ വ്യാപ്തി ശ്രദ്ധിച്ചത് ഈ ഒരു അമേരിക്കയിൽ ഇങ്ങനെയുള്ള ഒരു രോഗം ഉണ്ടായി റിപ്പോർട്ട് ചെയ്ത് അവിടെയുള്ള ആളുകൾ മരിച്ച് അവിടെ ഈ ഒരു വാക്സിൻ അപ്ലൈ ചെയ്തത് മൂലമാണ് എല്ലാവരിലേക്കും ഈ ഒരു രോഗം എന്താ പറയാ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയത്. ഓക്കെ, ഇതിനുശേഷം എന്താണ്, അതായത് എല്ലാ രാജ്യങ്ങളിലേക്കും ഈ ഒരു രോഗം വ്യാപിച്ചു. അപ്പൊ എന്താണ്, നമ്മുടെ ഇന്ത്യയിലേക്കും ഈ ഒരു രോഗം വന്നു.
ഓക്കെ, നമ്മുടെ ഇന്ത്യയിലേക്കും ഈ ഒരു രോഗം വന്നു. അതായത് ഈ ഒരു 1980 ആ ഒരു 80-70 ആ ഒരു സമയത്തൊക്കെ എന്താണ് ഡിപ്തീരിയ നമ്മുടെ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർന്ന് നമ്മുടെ ഇപ്പൊ ലേറ്റസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു 2005 എന്താണ് ഇപ്പൊ ലോകത്തില് ഒരു 8,000 പേർക്കൊക്കെ എന്താണ് ഡിപ്തീരിയ വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു 5,000 പേര് ഇന്ത്യയിലാണ് റിപ്പോർട്ട് ചെയ്തത് കേട്ടോ. ഒരു 8,000 കേസ് ഡിപ്തീരിയയുമായി ബന്ധപ്പെട്ട് വേൾഡിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു 5,000 ഇന്ത്യയിലാണ് റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, ഇനി 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളെയാണ് ഈ ഒരു രോഗം കൂടുതലായിട്ട് അതായത് കൂടുതലായിട്ട് അവർക്കാണ് ഈ ഒരു രോഗം ഉണ്ടായത്, 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക്. ഇനി 2016 എന്താണ് മലപ്പുറത്ത് ഈ രോഗം റിപ്പോർട്ട് ചെയ്തു. അതിനകത്ത് ഒരു ഫാമിലിയിൽ തന്നെ 5 പേര് മരിക്കുകയുണ്ടായി. പിന്നെ അതുകൂടാതെ 2019-20 കാലഘട്ടത്തിൽ വീണ്ടും ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അങ്ങനെയാണ് ഇതിന്റെ ഒരു എന്താ പറയാ, ഇതൊരു ചരിത്രം എന്ന് പറയുന്നത്, ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ, ഡിഫ്തീരിയ എന്ന് പറയുന്ന ഈ ഒരു രോഗത്തിന്റെ. ഏകദേശം ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങള് ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്രഡ്പിസിസുമായി ബന്ധപ്പെട്ട് ടെറ്റനസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഓക്കെ ഓക്കെ മാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. താങ്ക് യു. താങ്ക് യു, താങ്ക് യു.